സഖായിയെ വേഗം ഇറങ്ങി വാ. സഖായസ് കം ഡൗൺ ഇമ്മീഡിയറ്റ്ലി. ലൂക്കോസിൻ്റെ സുവിശേഷം 19 1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് എടുക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ പണമുണ്ടാക്കിയെന്നിരിക്കും, പദവി ഉണ്ടാക്കിയെന്നിരിക്കും, സൽപ്പേരുണ്ടാക്കി അല്ലെങ്കിൽ അഴുക്കുപേരുണ്ടാക്കിയെന്നിരിക്കും. ഇതൊന്നും അല്ല കാര്യം. ഒരു സമയമാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഇതൊന്നും കൊണ്ട് ഒരു പ്രയോജനമില്ല, അറിയേണ്ടവനെ അറിയണമെന്ന്. അങ്ങനെ സക്കായി എന്ന് പറയുന്ന ടാക്സ് കളക്ടറിന് എന്തോ ഒരു മാനസാന്തരം വന്ന് ഉണ്ടായ വ്യത്യാസം, യേശുവിനെ കണ്ട് വ്യത്യാസമാണ് മനസ്സിലാക്കിക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ നോയമ്പുകൾ കഴിഞ്ഞു, ഉയർപ്പ് കഴിഞ്ഞു, കർത്താവിൻ്റെ ക്രൂശ് മരണം കഴിഞ്ഞു, ഉയർപ്പും കഴിഞ്ഞിട്ട് ഇനി പ്രവൃത്തിയിലേക്ക്, അതായത് അനുതാപമൊക്കെ നമ്മൾ കഴിഞ്ഞ് ഇനി ജീവിതത്തിൽ മാറ്റം വന്ന് പുതിയ ജീവിതത്തിലേക്ക് തുടങ്ങണം. ഇതൊരു റെപ്പറ്റീഷനാണോ എന്ന് ചോദിച്ചാൽ മനുഷ്യ സ്വഭാവം അനുസരിച്ച് എപ്പോഴും പാപം നമ്മളെ ലിങ്കർ ചെയ്യും. അതിൽ നമുക്കൊരു വിടുതൽ കിട്ടണമെങ്കിൽ എങ്ങനെയാണ് പാപികളായ മനുഷ്യർ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ മാനസാന്തരത്തിലേക്ക് വരുന്നതും ഒരു വ്യത്യാസം ജീവിതത്തിലുണ്ടാകുന്നതും മനസ്സിലാക്കിക്കുകയാണ്. വലതുഭാഗത്തെ കള്ളൻ ബാപ്റ്റിസം എടുക്കുകയോ അല്ലെങ്കിൽ നേരത്തെ ദൈവത്തെക്കുറിച്ച് അറിയുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ ഒരു നിമിഷം കൊണ്ട് യേശുവിൻ്റെ സാന്നിധ്യം ആ മനുഷ്യനിൽ വ്യത്യാസം വരുത്തി പറുദീസയിലേക്ക് അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് ഉടമസ്ഥനായി മാറി. സക്കായുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. വായിക്കുകയാണ്, വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അവൻ യെറിഹോയിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചു. ഞാനത് തന്നെയാണ് പറയുന്നത്. യേശു ആരാണെന്ന് കാണാനുള്ള ശ്രമിക്കണം. അതിനുള്ള വാഞ്ച ഇട്ട് തരികയാണ്, അതിനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് തരികയാണ്. ആരെങ്കിലും പറയാതെ എങ്ങനെയാണ് ഈ സത്യം അറിയുന്നത്? റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നു, വചനം നിനക്ക് സമീപമുണ്ട്, വചനം നിൻ്റെ നാവിലാണ്. പക്ഷെ വചനം ആരെങ്കിലും പറയാതെ, അയക്കാതെ എങ്ങനെ ആരും വചനം പറയും? വചനം കേൾക്കാതെ ആളുകളിൽ എങ്ങനെ മാനസാന്തരം വരും? അപ്പം വചനത്തിനൊരു പ്രത്യേകത, ദൈവവചനത്തിന് ഒരു പ്രത്യേകതയുള്ളത് അതിൻ്റെ കൂടെ ശക്തമായ മാനസാന്തരത്തിൻ്റെ ആത്മാവും കൂടെ ഇന്ന് അയച്ചു തരികയാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുക എല്ലാം തികഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഇത് മതി. കർത്താവ് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ആത്മീയഗോളത്തിൽ കാണിക്കുന്നില്ല. ബിക്കോസ് വി ആർ ഓൾവേസ് ഗ്രോയിങ് അപ്പ് ഓർ ഗോയിങ് അപ്വേർഡ്. ജീവിതത്തിൽ നമുക്കൊരു മാറ്റം ദിനംപ്രതി വന്നുകൊണ്ടിരിക്കണം, പഴയത് പോകണം. കണ്ടിട്ടുണ്ടോ? വൃക്ഷങ്ങൾ ഇലകൾ പുതിയതുണ്ടാകുമ്പം പഴയ ഇലകൾ താഴെ വീഴും, പഴുത്തിട്ട് അത് താഴെ വീഴും, പുതിയ ഇല വന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ പോലെ ഇന്ന് വരെ അറിഞ്ഞ ചില സത്യങ്ങളൊക്കെ ചിലപ്പോൾ അത് പോരാ, കുറച്ചും കൂടെ മുൻപോട്ട് വരണം. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവൻ ആകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാലേ അവൻ മുൻപോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു വൃക്ഷമുണ്ടായിരുന്നു, അതൊരു അത്തിവൃക്ഷം, കാട്ടത്തിയാണെന്ന് അതിന് യേശു ആ വഴിയായി വരികയായിരുന്നു. നമ്മൾ എപ്പോഴെങ്കിലും ദൈവത്തെ ആഗ്രഹിക്കുന്നോ ആ വഴിയിൽ ദൈവം വരും എന്നുള്ളതാണ്. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കിയേച്ച് സക്കായിയെ വേഗമിറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. ആരും പറയണ്ട യേശുവിനോട് നമ്മുടെ ചിന്തകൾ, നമ്മുടെ തോട്ട്സ്, ഫാറവേ തോട്ട്സ് റീഡ് ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായൊരു മനുഷ്യനോടുകൂടെ പാർക്കാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവ്, എൻ്റെ വസ്തുവകളിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിനോട്, ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. അതായത് ഒറ്റ ദിവസം കൊണ്ട് രക്ഷയുടെ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ അത് കർത്താവിനെ ചെയ്യിപ്പിക്കാനൊക്കത്തുള്ളൂ. വേറെ ആർക്കും. നമ്മളെത്ര അമ്മയപ്പന്മാരോട് ഞാൻ പറയുകയാണ്, ഭാര്യ ഭർത്താക്കന്മാരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ സ്വയപ്രയത്നം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നേർച്ചകൾ കൊണ്ടോ ഒന്നും ഒരു കാര്യം നേടാൻ പോകുന്നില്ല. ചെയ്യണമെങ്കിൽ ഒരാൾ കടന്നു വരണം, അത് യേശുവാണ്. ആ യേശുവിനെ വിളിച്ചു വരുത്തുന്നതിൽ മാത്രമേ നമുക്ക് രക്ഷയുടെ മാർഗം, രക്ഷ കിട്ടുക എന്ന് പറയുമ്പോൾ
നിത്യരക്ഷയുടെയും നിത്യജീവൻ്റെ ഉടമസ്ഥൻ ഒരാളാണ്, അത് യേശു ക്രിസ്തുവാണ്. പിതാവ് പുത്ര പരിശുദ്ധാത്മ രണ്ടാം ദൈവമായിട്ട് കാണുന്ന പേഴ്സണാലിറ്റിയാണ് യേശു. ആ യേശു നിത്യജീവനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ബിക്കോസ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ യേശു എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ വരാതെ നമുക്ക് മാറ്റം വരത്തില്ല. ദ ചേഞ്ച് ദാറ്റ് ഹാപ്പൻസ്, ദാറ്റ് ഹാസ് ടു ഹാപ്പൻ in any place is not the change in another person, change in me. എന്നിൽ തന്നെ ഒരു മാറ്റം വരുന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇന്ന് രാത്രിക്ക് മുൻപേ എന്നിലൊരു മാറ്റം വന്നിരിക്കണം, അതെനിക്ക് അനുഭവിച്ചറിയണം. അങ്ങനെ ഒരു കാര്യമാണ് സക്കായിയുടെ ജീവിതത്തിൽ നടന്നത്. ഈ സക്കായിയുടെ ജീവിതത്തിൽ സക്കായിയുടെ പേര്, സക്കായി എന്ന് പറഞ്ഞാൽ നേരുള്ളവൻ അല്ലെങ്കിൽ നിഷ്കളങ്കൻ എന്നാണ് പേര്. സക്കായിയെ കാണുന്നത് എവിടെ വെച്ചാണ്? എറിഹോബിൽ വെച്ച്. എറിഹോബ് എന്ന് പറഞ്ഞാൽ തകർന്ന ഒരു സ്ഥലമാണ്, അവിടെയൊന്നും ഒരു ഹോപ്പുമില്ല. അങ്ങനെ ആ ഒരു സ്ഥലത്തെ അവൻ ഇരിക്കുന്നത് തന്നെ ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുത്തർക്കും അവന് ഇഷ്ടമല്ല. പണമുണ്ട് അല്ലെങ്കിൽ ഒരു പദവിയുണ്ട്, കാരണം ഗവൺമെൻറ്റിൻ്റെ ചുങ്കം പിരിക്കുന്നവന്. പക്ഷെ അതുകൊണ്ടൊന്നും സുഖം അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ അധികാരം ഇത് മൂന്നും ഉണ്ടായിട്ടും ഒരു ഗുണമില്ലെന്ന് ഈ മനുഷ്യൻ മനസ്സിലാക്കുകയാണ്. നമ്മൾ ജീവിതത്തിൽ അല്പം പണം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെല്ലാം കഷ്ടപ്പെട്ട് ഓടണം, കാരണം പണം ഇല്ലാതെ കാര്യങ്ങൾ നീടത്തില്ല. പക്ഷെ പണം ദൈവത്തിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ ദർ കംസ് ദ പ്രോബ്ലം. പണം ഉണ്ടാക്കാതെ ജീവിക്കാനൊക്കെ. മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ പ്രോബ്ലം. ഒരാൾ പറയുന്നത് കേട്ട്, നോട്ട് ഹാവിങ് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ പ്രോബ്ലം ഓൾസോ. അതായത് ഉള്ളതിൽ പൈസയിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അത് നമുക്ക് പ്രശ്നമാണ്. പക്ഷേ പൈസ ഇല്ലാത്ത സ്റ്റേജിൽ നമ്മൾ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടി വേണ്ടി വന്നാൽ അത് അതിലും പ്രയാസമാണ്. മണി ഈസ് എ മെറ്റീരിയൽ. അതായത് നമുക്കത് പണം എങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടുന്നുവോ അതെടുത്ത് വേണം നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. നല്ലവൻ്റെ കയ്യിൽ പണം കിട്ടി അത് ശരിയായിട്ട് ഉപയോഗിക്കാൻ പഠിക്കും, അല്ലാത്തവൻ്റെ കിട്ടി അവൻ്റെ അഴുക്ക് സ്വഭാവം പുറത്തു വരും. സക്കായി പണം ആദ്യകാലങ്ങൾ ഉപയോഗിച്ചത് അവൻ മറ്റുള്ളവരുടെ കാശ്, ചുങ്കക്കാരൻ കൂടുതൽ പിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണ്. റോമാ സാമ്രാജ്യത്തിൽ ഇത്ര കൊടുക്കണം എന്നുണ്ട്, ബാക്കി ഉണ്ടാക്കുന്ന അവൻ എടുക്കണം. അപ്പോൾ സോ ഈ യൂസ് ടു അത് കൂടുതലായിട്ട് അവൻ മറ്റുള്ളവരുടെ നിന്ന് പിടിച്ചു പറിക്കും. പക്ഷേ ഇതെല്ലാം നേടിയിട്ട് സക്കായിക്ക് ശൂന്യത അനുഭവിക്കുന്നു. എന്നാൽ ആ സമയത്ത് യേശു അതിലൂടെ യേശുവിനെ കാണാൻ ഇവൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അത്തിവൃക്ഷത്തിൻ്റെ അടിയിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചാടിക്കയറി ഇവിടെ ഇരിക്കുകയാണ്. അത്തിവൃക്ഷത്തെക്കുറിച്ച് നമുക്കറിയാം. ഇവിടെയെല്ലാം കാട്ടത്തിവൃക്ഷങ്ങൾ നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ ഒത്തിരി ഉണ്ട്. നല്ലവണ്ണം ശിഖരമുണ്ടാകും. അതേ കയറിയിരിക്കാൻ വളരെ എളുപ്പമാണ്, ആരും കാണത്തില്ല, കാരണം നിറച്ച ഇലയാണ്. അതുതന്നെയാണ് സക്കായി ഉദ്ദേശിച്ചത്. ഞാനിതിൻ്റെ മുകളിൽ കയറുന്ന യേശുവിനെ എനിക്കൊന്ന് കാണണം. യേശുവിനെക്കുറിച്ച് ഞാൻ പലതും കേട്ടിട്ടുണ്ട്, കേൾക്കണം, ചെവി കൊണ്ട് കേൾക്കണം യേശുവിനെക്കുറിച്ച്. പലതും നമ്മൾ കേൾക്കുന്നെങ്കിൽ യേശുവിനെക്കുറിച്ച് കേട്ടേ ഒക്കത്തുള്ളൂ. ദിനം പ്രതി കേൾക്കണം, ആരെങ്കിലും കേൾപ്പിക്കണം. അതായത് വിശ്വാസം കേൾവിയാൽ, കേൾവി എന്തിന്? ദൈവവചനം. ആരെക്കുറിച്ച്? യേശുവിനെക്കുറിച്ച്. ബിക്കോസ് യേശു അല്ലാതെ വേറൊരാൾക്കും രക്ഷ തരാനൊക്കത്തില്ല. ഈ സത്യങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെച്ചില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. അല്പനേരത്തേക്കും തെറ്റിയാലെന്താ? ഇല്ല, അത് ശരിയാകത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ യേശുക്രിസ്തുവിനെ കാണണമെന്നുള്ള ആഗ്രഹം സക്കായിക്ക് ഇട്ടത് തന്നെ ദൈവമാണ്. ബിക്കോസ് ഇച്ഛ തരിക എന്നും ഇച്ഛ നിവർത്തിക്കുക എന്നതും തിരുഹിതമുണ്ടായിട്ട് ദൈവമല്ലോ ചെയ്യുന്നതെന്ന് പറയുന്നു. അങ്ങനെ സക്കായിയുടെ അടുക്കൽ യേശു വന്നപ്പോൾ ക്രിസ്തുവിനറിയാം ഇവിടെ മേളിൽ ഒരാൾ ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടെന്ന്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി, നമ്മുടെ മക്കളായാലേ ഭർത്താവാകും, എത്ര ഡിസ്റ്റൻസിലിരുന്നാലും നമ്മൾ അവർക്ക് വേണ്ടി നന്മ ആഗ്രഹിക്കുമ്പോൾ അവർക്കത് പെർസീവ് ചെയ്യാൻ ഒക്കും. തിന്മ ആഗ്രഹിക്കുന്നതിന് അതിൻ്റെ ഇഫക്റ്റുമുണ്ട്. അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അമേരിക്കൻ ഒരു സ്ത്രീ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. അവർ വളരെ വചനം കാണാൻ പഠിക്കുന്ന ഒരു സ്ത്രീ. എപ്പോഴും ഇങ്ങനെ ഒരു ഓഡിയോ കാസറ്റ് കൊണ്ട് നടക്കുക, എന്നിട്ട് അതിൽ ഓരോ വചനം ഇങ്ങനെ എടുത്തിട്ട് അതിങ്ങനെ ഓൺ ചെയ്തിട്ട് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എപ്പോഴും ചിരിയാണ് അവർക്ക്. അപ്പോൾ അവരൊരു ദിവസം പറയായിരുന്നു, അവരും അവരുടെ ഹസ്ബൻഡും കൂടെ ഒരു യാത്ര ചെയ്തുകൊണ്ട്, ഒരു അറബിയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് മുൻപിലും ഭാര്യ പുറകിലും. അമേരിക്കൻസിന് എപ്പോഴും അവർ രണ്ടുപേരും ഒന്നിച്ചല്ലേ ഇരിക്കത്തുള്ളൂ. അതൊരു അൺയൂഷ്വൽ ഫീലിംഗ് അവർക്ക് തോന്നി. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവർ പുറകിരുന്ന് വെച്ച് ദൈവത്തിൻ്റെ ആത്മാവിൽ ആഗ്രഹിച്ച് എൻ്റെ ഭർത്താവിനെ ഇതിലേക്ക് എൻ്റെ സ്നേഹം കടന്നു ചെല്ലട്ടെ എന്ന്. കാരണം തനിയെ അങ്ങനെ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നിടത്ത് ഇവർ മുമ്പിലും പുറകിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുഡ് പെർസീവ് ഇറ്റ് ആൻഡ് ഈ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ബാക്ക്വേർഡ്സ് ആൻഡ് ടോക്കിംഗ് ടു ഹിയർ. ഇത് സിമ്പിളായിട്ടുള്ള, അതായത് നമ്മുടെ തോട്ട്സിലുള്ള ആ ഒരു വൈബ്രേഷൻ,
ദാറ്റ് അഫക്ട്സ് ദി അതർ പേഴ്സൺ. സക്കായിയുടെ അടുക്കൽ യേശു വന്നപ്പോൾ യേശു മുകളിലോട്ട് നോക്കി. യേശുവിനറിയാം അവന് രക്ഷ കൊടുക്കേണ്ടിയ സമയമായെന്ന്. അങ്ങനെ യേശു എത്ര അധികാരമായിട്ടാണ് പറയുന്നത്. എന്താ പറയുന്നത്? സക്കായിയെ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. വേഗം ഇറങ്ങി വാ. അതാണ് അധികാരമായിട്ട് പറയുന്ന ഒരു ദൈവം. അപ്പോൾ ഈ സക്കായിക്ക് യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ തന്നെ മാനസാന്തരം. ഒരാളെ കാണുമ്പോൾ ആ വ്യക്തിയിലുള്ള പ്രസരിപ്പ് അല്ലെങ്കിൽ ആ വ്യക്തിയുള്ള ജീവൻ പകരുന്നത് കണ്ടോ? സക്കായിയുടെ ആഗ്രഹം യേശുവിനെ കാണണമെന്നും യേശുവിനെ കണ്ടപ്പോൾ ഉണ്ടായ 4 കാര്യങ്ങൾ. ഒന്ന്, അവന് മാനസാന്തരം, ഫ്രം സിൻ ടു ഗോഡ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തു. ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ മുഖ്യസ്ഥാനം കൊടുത്തിട്ട് അവൻ്റെ വിശ്വാസം യേശുവിലേക്കായി മാറി. അവൻ മടുത്തുകൂടാതെ അവൻ യേശുവിന് വേണ്ടി ആഗ്രഹിക്കാനുള്ള ഒരു ഹൃദയമാണ് അവിടെ കിട്ടിയത്. അത് കർത്താവിന് വേണം. ഈ പണം, സുഖം, പ്രതാപം എല്ലാത്തിനേക്കാട്ടിൽ ഉപരിയായിട്ട് എനിക്ക് ഐ ലൈക്ക് സംതിങ്. എൻ്റെ ഉള്ളിലൊരു വാക്വം അല്ലെങ്കിൽ ഒരു വിടവ് അല്ലെങ്കിൽ ഒരു ഇരുട്ടുണ്ട്. ആ ഇരുട്ട് എന്ന് പറയുന്നത് ആത്മാവുള്ളവർക്ക് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ആ ഇരുട്ട് ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ അല്ലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിനോ ഫില്ല് ചെയ്യാനൊക്കത്തില്ല. ദാറ്റ് ഹാസ് ടു ബി ഫിൽഡ് വിത്ത് ദ സോഴ്സ് ഓഫ് ലൈഫ്, ദാറ്റ് ഈസ് ജീസസ് ഹിംസെൽഫ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു മാറ്റം വന്നത്. രണ്ടാമത്തേത്, അഹങ്കാരത്തിൽ നിന്ന് വിനയത്തിലേക്ക്. അതായത് ഈശോ കയറിടുന്നിടത്ത് ഈഗോ കയറാൻ പാടില്ല. യേശു എവിടെ വരുന്നോ അവിടെ നമ്മുടെ സെൽഫുമാകണം. പിറുപിറുക്കാതെ കാത്തിരിപ്പാനുള്ള കൃപ കിട്ടും. സക്കായി എല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ദരിദ്രർക്ക് പകുതി കൊടുത്തോളാം, വല്ലവരും ചതിവായിട്ട് എടുത്തെങ്കിൽ 4 മടങ്ങ് കൊടുക്കാം. എന്താ? ദ പ്രഷ്യസ് തിങ്സ്. വേണ്ടത് എന്തെന്ന് സക്കായി കണ്ടു കഴിഞ്ഞു. ഈ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം നേടിവെച്ചാലും ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കും, ദിസ് ഈസ് നോട്ട് വാട്ട് ഗോഡ് വാണ്ട്സ്. ആ ഒരു റിയലൈസേഷൻ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നും ഇത് ദൈവം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ബട്ട് സംബഡി ഹാസ് ടു ഗിവ് ഇയേഴ്സ് ടു ഇറ്റ്. മൂന്നാമത്തെ, ഫ്രം അക്യുമുലേഷൻ ടു ഷെയറിങ്. അതായത് നമ്മൾ കൂട്ടിവെക്കുന്നതിൽ നിന്നും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മനസ്സ് യേശു വരുമ്പോൾ മാത്രമേ. മറ്റുള്ളവർ കൊടുക്കുന്നുണ്ട് പ്രതാപത്തിന് വേണ്ടി അല്ലെ സെൽഫ് പേരുണ്ടാക്കാൻ വേണ്ടി. പക്ഷേ നമ്മൾ കൂട്ടിവെച്ചിരിക്കുന്നത് ദൈവനാമത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ യേശുവിൻ്റെ സ്വഭാവം നമ്മളിലുണ്ട്. അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, ഫ്രം ഇൻജസ്റ്റിസ് ടു ജസ്റ്റിസ്. തെറ്റ് ചെയ്ത് തിരിച്ചറിഞ്ഞിട്ട് ഒരു മാനസാന്തരം വന്നിട്ട് തിരിച്ചു വരികയാണ്. ഇത്രയും കാര്യങ്ങൾ യേശുക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ സക്കായിയുടെ ജീവിതത്തിൽ. അതുകൊണ്ട് എന്ത് പറയുന്നു യേശു? സക്കായി, ഇവൻ അബ്രഹാമിൻ്റെ സന്തതിയാണ്, ഇവനെ ഇന്ന് രക്ഷ ലഭിച്ചിരിക്കും. ഒരാളിൽ രക്ഷ കിട്ടുക എന്നുള്ളതായിരിക്കണം നമ്മുടെ മെയിനായിട്ടുള്ള സന്ദേശങ്ങളുടെ ഒരു പ്രത്യേകത. അതായത് ലോകത്തിൽ ഒരു വചനം മാത്രമേ പ്രസംഗിക്കുന്നുള്ളൂ എങ്കിൽ അത് രക്ഷയെക്കുറിച്ചായിരിക്കണം. അത് രക്ഷയെന്ന് പറയുന്നത് അതായത് വീണ്ടെടുപ്പാണ്. നഷ്ടപ്പെട്ടതായ ഏദൻ തോട്ടത്തിൽ പറുദീസയിൽ ദൈവവും മക്കളുമായിട്ട് ഒന്നിച്ചിരുന്ന ആ അവസ്ഥയിലേക്ക് തിരിച്ചു വന്ന് അപ്പനും മക്കളുമായിട്ട് ജീവിക്കുന്ന ഇറ്റേണൽ ലൈഫ്, എന്നേക്കും അനിത്യമായ ജീവനെ പ്രാപിക്കുന്നതാണ് രക്ഷ. അപ്പോൾ രക്ഷ ഇന്ന് എനിക്ക് കിട്ടിയെങ്കിൽ ഇറ്റ്സ് ഓൺലി എ സ്റ്റാർട്ടിങ് പോയിന്റ്. രക്ഷ മരിച്ചു കഴിഞ്ഞിട്ടാണോ കിട്ടുന്നത്? അല്ല, റൈറ്റ് നൗ, ഇപ്പം. അപ്പോൾ രക്ഷിക്കാൻ എൻ്റെ സ്വഭാവം മാറണം? വേണ്ട. യു ഹാവ് ടു ഡിസയർ ക്രൈസ്റ്റ്. പിന്നെ ബാക്കിയെല്ലാം ദൈവമാണ് ചെയ്യുന്നത്. ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടാണ്. ദൈവത്തെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കണം. അപ്പോൾ 4 പോയിന്റ് സക്കായിയുടെ ജീവിതത്തിൽ. ഒന്ന്, അവന് മാനസാന്തരം, പാപത്തിൽ നിന്ന് വിടുതൽ, ദൈവത്തെ കാണാനുള്ള ഒരു മനസ്സിനൊരു രൂപാന്തരം ഉണ്ടായി. അഹങ്കാരത്തിൽ നിന്ന് വിനയത്തിലേക്ക്, അതായത് അഹങ്കാരം അല്ല പ്രൈഡിൽ നിന്നും ഹ്യൂമിലിറ്റിയിലേക്ക് കയറി വന്നു. പിന്നെ അക്യുമുലേഷൻ, കൂട്ടിവെക്കുന്നതെന്ന് കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായി. അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, ഇൻജസ്റ്റിസിൽ നിന്ന് ജസ്റ്റിസിലേക്ക് കടന്നു വന്നു. ഇത്രയും കാര്യങ്ങൾ. ഇതിൻ്റെ കൂടെ ഏറ്റവും പ്രധാനം, അവന് രക്ഷ കിട്ടി. ഈ രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ വരുന്ന ഒരു വ്യക്തി, യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെട്ട വ്യക്തിയിൽ ദിനം പ്രതി രൂപാന്തരം വന്നുകൊണ്ടേയിരിക്കുകയാണ്. വി ആർ ആക്ച്വലി ക്ലൈംബിങ് ദ ജേക്കബ്സ് ലാഡർ. അത് ലാഡറിൻ്റെ മേളിലാകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ജീവിതം തീരും. പക്ഷേ ദ മോർ യു ക്ലൈംബ് യു റിയലൈസ് ദാറ്റ് യു കനോട്ട് ലിവ് വിത്തൗട്ട് ക്രൈസ്റ്റ് ഇൻ യുവർ ഹാർട്ട്. ഹൃദയത്തിനകത്ത് യേശുവിനെ സ്വീകരിക്കുക. ആ ഒരു സന്ദേശം നമ്മൾ ഒന്നും കൂടെ, ശരിയോ എനിക്ക് യേശു ഉണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ സഭായോഗങ്ങളിൽ പോകുന്നുണ്ട്,
അതല്ല ഞാനീ പറയുന്നത്. It is a personal commitment and a relationship with God which is to be refreshed on a daily basis, on a moment by moment basis. Under our breath we should know we are living in Christ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സഖായിയെ വേഗം ഇറങ്ങി വരിക എന്ന് നീയാണ് വിളിച്ചു പറഞ്ഞത്. എങ്ങനെയാണ് അത്തിവൃക്ഷത്തിൻ്റെ ഇടയിൽ ഇരിക്കുന്ന നീളം കുറഞ്ഞതായ ഈ മനുഷ്യൻ യേശുവിനെ കാണാൻ വേണ്ടി ഇലയും പൊതിഞ്ഞ വൃക്ഷത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നവൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു അവിടെ നിന്നു. നിൽക്കുക തന്നെയല്ല, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ കൂടെയാണ് പാർക്കുന്നത്. ആ ഒരവസ്ഥയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാനുള്ളത്. കർത്താവേ, ഞങ്ങളെ നിന്നെ കാണാൻ ഇടയാക്കിയത് ഞങ്ങളുടെ പ്രയത്നം കൊണ്ടല്ല, അത് പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഒരു ഹൃദയത്തിനൊരു വാഞ്ച അല്ലെങ്കിൽ പ്രീഡിസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഇട്ടിരിക്കുന്നത് പൊക്കിക്കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങളെ നീ വീണ്ടെടുത്ത ദൈവം, ഞങ്ങളുടെ അടുത്ത തലമുറകളെ വീണ്ടെടുക്കാൻ നീ വിശ്വസ്തനാകിയാൽ, തലമുറകളുടെ ദൈവമാകയാൽ തലമുറകളുടെ മേൽ നിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്തിട്ട് വചനവുമായിട്ട് കടന്നു ചെന്ന് ഏത് അത്തിവൃക്ഷത്തിൻ്റെ മുകളിലാണ് അവർ ഒളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അവരെ ഇറക്കിക്കൊണ്ടുവന്ന് അവിടുന്ന് ആ ഭവനത്തിലേക്ക് ചെന്നല്ലേ അവരുടെ ഹൃദയത്തിൽ ചെന്ന് വസിക്കുവാൻ ഇന്ന് ഞങ്ങൾ യേശുവിനോട് യാചിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീ കേൾക്കുന്ന ദൈവമാണ്. ഒരുപക്ഷെ അവരുടെ പ്രായത്തിൻ്റെ ചെറുപ്പം കൊണ്ട് നിന്നെ കാണണം എന്നുള്ള ആഗ്രഹം ഇല്ലായിരിക്കും. പക്ഷെ സഖായി വലിയ പ്രായമുള്ള മനുഷ്യനാണെന്ന് തോന്നുന്നില്ല. അയാൾക്ക് പണവും പ്രതാപവും പദവിയും ഒക്കെ ഉണ്ടായിട്ടും ഒരിക്കൽ മനസ്സിലായി എല്ലാം ഈ യേശു പറയുന്ന കാര്യം എന്താണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന്. അങ്ങനെ ഒരു വാഞ്ച ഇട്ടുകൊടുത്ത ദൈവം ഇന്നും ജീവനോടെ പ്രവർത്തിക്കുന്നതിന് സ്തോത്രം. അനേക മക്കൾ വഴിതെറ്റി നടക്കുന്നവർ എന്ത് ചെയ്യണമെന്നറിയാതെ കൂട്ടുകാരുടെ പുറകെ ഡ്രിങ്ക്സിൻ്റെ പണം ഉണ്ടാക്കാൻ വേണ്ടിയോ അലഞ്ഞു നടക്കുന്ന അവസ്ഥയിൽ നിന്ന് തിരിച്ചു പിടിച്ച് കൊണ്ടുവരാൻ ഇന്ന് ഇവൻ അബ്രഹാമിൻ്റെ സന്തതിയാകയാൽ ഇവനെ രക്ഷ കിട്ടിയിരിക്കുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ ദൈവശബ്ദം അവരുടെ ചെവികളിൽ ചെന്ന് കൊള്ളണം. ഞങ്ങൾ അമ്മമാരാകുന്നവർ അപ്പന്മാരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വചനമയച്ചാൽ അത് പ്രവർത്തിക്കാതെ തിരിച്ചു വരത്തില്ല. അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ നിന്നെ സ്തോത്രം ചെയ്ത് നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തലമുറയുടെ വീണ്ടെടുപ്പ് ഞങ്ങളുടെ ആവശ്യമായി മാറിയിരിക്കുന്നതിനാൽ നാഥാ, നിൻ്റെ ഈ ദൂത് ഭൂമിയുടെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ കടന്നു ചെല്ലുമ്പോൾ ആരുടെയൊക്കെ ഹൃദയങ്ങളിലാണ് ഈ അമ്മമാർ പ്രാർത്ഥിക്കുന്നത്, അല്ലെ അപ്പന്മാർ അല്ലെ ഭാര്യമാർ ഭർത്താക്കന്മാർ പ്രാർത്ഥിക്കുന്നത് ഒക്കെ അവരുടെ മേൽ ആത്മാവിനെ ചെന്ന് കൊണ്ടിട്ട് ഒരു പരിവർത്തനമുണ്ടാക്കി ഒരു മാനസാന്തരം കൊടുത്ത് തിരിച്ചു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നേർവഴിയിലേക്ക് കൊണ്ടുവരുവാൻ, രക്ഷയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിൻ്റെ സാന്നിധ്യത്തിനല്ലാതെ വേറൊന്നിനും സാധിക്കത്തില്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ടും യേശുവിനെ വിഷയമേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.